ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് മാത്രം ചേരുവകൾ ചേർത്ത് വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതിന് വേണ്ടി എടുത്തത് 1 കിലോ ചിക്കനാണ്. ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും എരിവുള്ളതോ ഇല്ലാത്തതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്, ഇഞ്ചി 1/2 ടീസ്പൂൺ അളവിലും. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിലോട്ട് നന്നായി തന്നെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓയിലൊന്നും ഒഴിക്കാതെ തന്നെ ചിക്കന് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അതോടൊപ്പം തന്നെ 2-3 പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിനെ അടച്ചിട്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടുക. വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഇതുപോലെ ഒരു 2-3 തവണയെങ്കിലും ഒന്ന് തുറന്ന് നോക്കി നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ തുറക്കുന്ന സമയത്ത് ഏകദേശം ചിക്കന് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടച്ചിടാണ്ട് വേണം ബാക്കി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കൂടി ഓയിലും അതുപോലെ തന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം വറ്റിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കൈവെക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിക്കന് നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇടുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു ചിക്കന് അധികം മസാലയൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് നല്ലൊരു റെസിപ്പി തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ബൈ.